എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത ഒരു ബന്ധമാണ് ഈ കുക്കാജുമായിട്ടുള്ളത്. കാരണം വലിയ മഹല്ലത്താണ് ഈ കുക്കാജ്. വലിയ വലിയ പണ്ഡിതന്മാരും പ്രഗത്ഭന്മാരും എല്ലാം ജീവിച്ചതായിരിക്കുന്ന ഈ നാട്ടിൽ അവരെല്ലാം കൂട്ടത്തിൽ അറിവ് കൊണ്ടും പ്രായം കൊണ്ടും വളരെ ചെറിയവനായ എന്നെ 7ഓളം വർഷങ്ങൾ നിങ്ങളിവിടെ പോറ്റി വളർത്തി എന്നുള്ളത് തന്നെ നിങ്ങളുമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ബന്ധത്തിന്റെ വലിയ നിങ്ങളുടെ ഒരു ഉദാര മനസ്സിന്റെ ഒരു കാരണമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ എൻ്റെ അഹലിയത്ത് കൊണ്ടോ മറ്റോ അല്ല. ഇപ്പോഴും തന്നെ ആ ബന്ധം വളരെയേറെ ശക്തിയിലായിക്കൊണ്ട് ബന്ധപ്പെടുകയാണ്. എത്രയോ സഹോദരങ്ങൾ കണ്ടും പിടിച്ചുമെല്ലാം തന്നെയുമല്ല ഈ ഒരു സദസ്സിലേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ടത് തന്നെ നമ്മളൊരു മഹബത്ത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനൊരു പ്രാസംഗികനല്ല, ഒരു അറിയപ്പെടുന്ന ആളൊന്നും അല്ല. എന്നിട്ടും ഈ മഹത്തായിരിക്കുന്ന മജ്‌ലിസിലേക്ക് സയ്യിദവറുകളുടെയൊക്കെ വിലപ്പെട്ട സമയങ്ങൾ കവർന്നെടുത്തുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് എൻ്റെ ഒരു മഹബത്ത് എന്നുള്ളതായിരിക്കും നിലക്ക് മാത്രം ഞാൻ കരുതി വന്നതാണ്. ഏതായിരുന്നാലും ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നല്ല ഒഗ്ഗട്ടില്, സ്നേഹത്തില്, യോജിപ്പില്, ഒത്തൊരുമയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. വലിയൊരു ജമാഅത്താകുന്നതായിരിക്കുന്ന അവസരത്തിൽ പലയാതി പാർട്ടികൾ, പല ചിന്തക്കാർക്കുണ്ടാവും. അത് ഇസ്ലാമിനോട് നിരക്കാത്ത അഥവാ ബിദ്അത്തിന്റെ അഹ്ലുകാർ, അതുപോലെ പിഴച്ച ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ ഒരു നിരക്കും അടുപ്പിക്കരുത്, അവഗണിക്കണം. അവരോട് നമ്മൾ വെറുപ്പ് മനസ്സിൽ കാണണം. അതേ സ്ഥാനത്ത് സുന്നത്ത് ജമാഅത്തിലായിക്കൊണ്ടുള്ളതായിരിക്കുന്ന വിഭാഗങ്ങൾ, അവരെ നമ്മൾ ഒരിക്കലും അകറ്റി നിർത്തരുത്. അവര് എത്രത്തോളം എന്ന് പറഞ്ഞാൽ എന്തൊരു ബിന്ദുണ്ടെങ്കിലും അത് ഹബീബായിരിക്കുന്ന റസൂലിന്റെ കാലം മുതൽക്ക് തന്നെ എന്ന് പറയാം. സ്വഹാബാക്കളുടെ കാലത്തും താബീങ്ങളുടെ കാലത്തും ഒക്കെ പല പാർട്ടികൾ ഉണ്ടാവും, പല ചിന്താഗതി ഉണ്ടാവും. എന്നമാതിരി സംഘടനപരമായി കൊണ്ട് ചില ഭിന്നിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ രണ്ട് കക്ഷിയായി കാണാതെ എല്ലാവരും ഒന്നിച്ച് കാണണം. ഞാനൊരു കാര്യം ഓർക്കുകയാണ്. എൻ്റെ സ്വന്തം നാട് കോഴിക്കോട് ജില്ലയിലെ മടൂർ പഞ്ചായത്തിലെ പഴയ ഒരു മഹല്ലത്താണ് മുക്കടങ്കാട് എന്ന് പറയുന്നത്. അവിടുത്തെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു 80% ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സുൽത്താൻ ഉലമയെ അംഗീകരിക്കുന്നതായിരിക്കുന്ന ആളുകളാണ്. കേവലം ഒരു 20% മാത്രം മറ്റുള്ളതായിരിക്കുന്ന ജിഫ്രി തങ്ങൾ അംഗീകരിക്കുന്ന വിഭാഗവുമുണ്ട്. എന്നാലും അവിടുത്തെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ അവിടെ മഹല്ലത്തില് ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ അവിടെ പ്രസിഡന്റ് ഒരു ഗ്രൂപ്പ് എന്നാകും, സെക്രട്ടറി മറ്റേ ഗ്രൂപ്പ്. അതുപോലെ തന്നെ 2 വർഷത്തേക്കാണ് അവിടെ പള്ളിയിൽ ജീവനക്കാരെ വെക്കുക. ഒരു 2 വർഷത്തേക്ക് വെക്കുമ്പോൾ ആ ഒരു സമയത്ത് ഖതീബാര ഒരു ഗ്രൂപ്പിലാണെങ്കിൽ മുഅദ്ദിൻ മറ്റേ ഗ്രൂപ്പിൽ, മറ്റേ 2 വർഷം വരുന്നതായിരിക്കുന്ന അവസരത്തിൽ മുഅദ്ദിൻ ഒരു ഭാഗത്താണെങ്കിൽ മറ്റേ, ഇങ്ങനെ ആയിക്കൊണ്ട്. അതുപോലെ തന്നെ നബിദിന പരിപാടികളൊക്കെ 2 കൂട്ടരും ഒന്നിച്ച് സമ്മിശ്രമായിക്കൊണ്ട് ജാഥകളും പൊതുയോഗങ്ങളും ഭക്ഷണ വിതരണങ്ങളും ഈ രീതിയിലുള്ളതായിരിക്കുന്ന അവസ്ഥ ഇന്നും നിങ്ങൾക്ക് വന്നാൽ കാണാൻ കഴിയും. ഈ പ്രിയപ്പെട്ടതായിരിക്കുന്ന എൻ്റെ ഈ നാട്ടിലെ എൻ്റെ ശബ്ദം കേൾക്കുന്നതായിരിക്കുന്ന എല്ലാ ആളുകളോടും, ഇനി പിന്നീട് കേൾക്കുന്നതായിരിക്കുന്ന എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഈ മഹല്ലത്തിനെ നമ്മൾ എത്തിക്കണം. അതല്ലാതെ കണ്ട് ഒരു കൂട്ടരെ ഒതുക്കി അമർത്തി അവർക്ക് യാതൊരു പ്രശസ്തിയും പേരും കൊടുക്കാതെ ഒരു കൂട്ടരെ മാത്രം അടിച്ചമർത്തി ഭൂരിപക്ഷത്തിന്റെ പേരിലോ മറ്റോ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പറ്റാത്ത, നീതീകരിക്കപ്പെടാൻ പറ്റാത്തതായിരിക്കുന്ന കാര്യമാണ്. ഏതാണ് ഖൈർ എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞതായിരിക്കുന്ന രീതിയിൽ നല്ല ഒഗ്ഗട്ടിലും യോജിപ്പിലുമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിന് നമ്മൾ നല്ല വിശാലത കൈകൊള്ളേണ്ടി വരും. മനസ്സിന് നല്ല വിശാലത കൈകൊള്ളണം. ഒരു ഭാഗത്ത് തന്നെയുമല്ല നമ്മൾ മനസ്സിലാക്കണം, ഈ മഹല്ലത്തിന്റെ തുടക്കം ഇവിടെ അത് അറിയുന്നതായിരിക്കും എത്രയോ ആളുകൾ വഫാത്തായി പോയി. എന്നാലും 10-30 കൊല്ലം 35 കൊല്ലം മുമ്പുള്ളതായിരിക്കുന്ന അവസ്ഥ അന്ന് അറിയുന്നതായിരിക്കുന്ന എത്രയോ ആളെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ നാടിനെ നാടാക്കിയതിന്റെ പിന്നിൽ അങ്ങേയറ്റം പരിശ്രമിച്ചതായിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന NP മൊഹീദ്ദീൻ കുട്ടി ഹാജി അവറുകൾ, നവ്വറല്ലാഹു മർക്കദഹു. ബഹുമാനപ്പെട്ടവർ ഈ നാട്ടിൽ ചെയ്തായിരിക്കുന്ന സേവനങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നത്തെ പോലുള്ളതായിരിക്കുന്ന വികസനങ്ങളൊന്നും ഇവിടെ ഇല്ല. പാണമംഗളൂര് വരെ, പാണിയിരുന്നല്ലോ പറയൽ, അതുവരെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വാഹനത്തിൽ വരും. അവിടെ നമ്മോട്ട് പിന്നെ ചെറിയ റോഡാണ്. നമ്മളെ മൊയ്നാക്ക് പോയിട്ട് സൈക്കിളിന്റെ ബേക്കിൽ ഇരുന്നു കൊണ്ടാണ് ഒരു കുക്കാജ വരെ വന്നത്. അങ്ങനെ ഈ കാപ്പിക്കാടുന്ന് വരെ കല്ല് കൊണ്ടുവന്ന കൂട്ടത്തിൽ മൂപ്പരും കൊണ്ടുപോയി എന്നൊക്കെയാണ് പള്ളി ഉണ്ടാക്കുന്ന വിഷയത്തിൽ. അങ്ങനെ അഹോരാത്രം പരിശ്രമിച്ചതായിരിക്കുന്ന മഹാനവറുകൾ. അതുപോലെ തന്നെ നമുക്ക് നേതൃത്വം നൽകിയതായിരിക്കുന്ന ബഹുമാനപ്പെട്ടതായിരിക്കും താജുൽ ഉലമ. അവരൊക്കെ അവഗണിക്കലും കൂടിയാണ് നമ്മളിങ്ങനെ ഈ ഒരു വിഭാഗത്തിനെ മാത്രം ഇതാക്കിക്കൊണ്ടിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ജമാഅത്തിൽപ്പെട്ടതായിരിക്കുന്ന എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ മാറ്റിയിട്ട് അവരുടെയൊക്കെ തൃപ്തി കരസ്ഥമാക്കാനും കൂടി വേണ്ടിയിട്ട് 2 കൂട്ടരും സമ്മിശ്രമായി, അതൊരു ഇലക്ഷനോ തെരഞ്ഞെടുപ്പോ വാശിയൊന്നും ഇല്ലാത്ത രീതിയിൽ 2 കൂട്ടരും സമ്മിശ്രമായി കൊണ്ട് ഭരണം നടത്തണം.
ഒരു കൂട്ടർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ നാട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ പ്രസിഡന്റ് ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ അടുത്ത സെക്രട്ടറി മറ്റേ ഭാഗത്തു നിന്ന്, അടുത്ത ദില്ലി സെക്രട്ടറി ഭാഗത്തു നിന്നും പ്രസിഡന്റ് മറ്റേ ഭാഗത്തു നിന്ന്, അതുപോലെ ഹത്തീമാരെയും മോദിനുകളെയും മദ്രസകളെയും തന്നെ ഏകീകരിച്ചുകൊണ്ട് ഒരു യോജിപ്പിലായിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ ജമാഅത്തിൽപ്പെട്ടതായിരിക്കുന്ന പ്രത്യേകിച്ച് നേതൃത്വത്തിലുള്ളതായിരിക്കുന്ന ആളുകളോട്, ഈ സദസ്സിലുള്ളവരോടും അല്ലാത്തവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മൾ പാലിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നല്ല വിനയവും വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാവണം.